ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെ ഇന്ന് ഞാനൊരു സുപ്രധാന വിവരമാണ് അറിയിക്കുന്നത്. അങ്ങനെ സിറിയയിൽ ബഷാറുൽ അസദിൻ്റെ ഭരണകൂടം വീണു. 54 കൊല്ലമായി ഒരു ഏകാധിപതിയെപ്പോലെ ഭരിച്ചുകൊണ്ടിരുന്ന അസദ് കുടുംബത്തിൻ്റെ തേർവാഴ്ച ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. ബഷാറുൽ അസദിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാവായ ഹാഫിസൽ അസദായിരുന്നു 1971 സിറിയയുടെ സൈനിക തലവനായി, സൈനിക മേധാവിയായി ഏകാധിപതിയെപ്പോലെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇദ്ദേഹം 2000 മരണപ്പെടുന്നത്. ശേഷം അദ്ദേഹത്തിൻ്റെ മകനായ ബഷാറുൽ അസദ് 24 കൊല്ലമായി സിറിയയെ നയിച്ചു വരികയായിരുന്നു. ഈ ബഷാറുൽ അസദിൻ്റെ ഭരണം തികച്ചും ഒരു ഏകാധിപതിയുടേതുപോലെ തന്നെയായിരുന്നു. നമുക്കങ്ങനെ തോന്നില്ലെങ്കിലും സിറിയക്കാരെ സംബന്ധിച്ച് അസദ് ഒരു ക്രൂരനായ ഭരണാധികാരി തന്നെയാണ്. ഈ അസദിൻ്റെ 24 വർഷത്തെ ഭരണം അവർക്ക് വളരെയധികം ദുരിതങ്ങളാണ് സമ്മാനിച്ചത്. ഇപ്പോൾ അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതസേനയാണ് സിറിയയുടെ ഭരണം പിടിച്ചിരിക്കുന്നത്. പുറത്താക്കപ്പെട്ട അസദ് റഷ്യയിലേക്ക് കടന്നു എന്നൊരു ഊഹാപോഹം പരക്കുന്നുണ്ട്. എന്നാലും ഏറെ പേർക്കും അദ്ദേഹം എവിടേക്ക് പോയി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നുമില്ല. അതിനിടയിൽ അദ്ദേഹം സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി അദ്ദേഹം എവിടെയോ തകർന്നു വീണു മരിച്ചു എന്നൊരു അഭ്യൂഹവും പരക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. എന്നാലും അത് സംഭവിക്കാൻ വളരെ സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ ശത്രുക്കളിൽ നിന്നും മറ്റു രാജ്യങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും ഒളിച്ചു കഴിയാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത് അല്ലെങ്കിൽ പരത്തുന്നത്. വിമത സൈന്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അലപ്പോ, അൽദൈറ, ഹമ തുടങ്ങിയ പ്രദേശങ്ങൾ പിടിച്ചുകൊണ്ട് മുന്നേറിയത്. അതിന് ഈ അസദിൻ്റെ ഭരണകൂടത്തിലെ ചില നേതാക്കന്മാരുടെ, ചില സൈന്യാധിപന്മാരുടെ സഹായമുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അസദിൻ്റെ കുടുംബം നേരത്തെ തന്നെ സിറിയയിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട സൈനിക മേധാവികളും 30-ൽ പരം മന്ത്രിസഭയിലെ അംഗങ്ങളും വിദേശത്തേക്ക് രക്ഷപ്പെട്ടിരുന്നു എന്ന് ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എന്തായാലും അസദിൻ്റെ മന്ത്രിസഭയിൽ നിന്നും ഈ വിമത സൈന്യത്തിന് കാര്യമായ സഹായം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായ മുഹമ്മദ് ഖാസി അൽ ജലാനിയുടെ ചില പ്രസ്താവനകൾ. അദ്ദേഹം പറയുന്നത്, ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്ന ഒരു കക്ഷിയുമായി ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും രാജ്യം വിടില്ല എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രാജ്യം വിടാതെ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അവിടെ തന്നെ നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചില കള്ളക്കളികളുണ്ടാവും. അത് തീർച്ച തന്നെയാണ്. അതോടൊപ്പം ഈ മന്ത്രിമാരിൽ തന്നെ പലരും വൻതുക കൈപ്പറ്റിക്കൊണ്ടാണ് ഈ അസദിനെ ഒറ്റിക്കൊടുത്തതെന്നും രാജ്യം വിട്ടതെന്നും ചില കേന്ദ്രങ്ങളിൽ നിന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലെ യാഥാർത്ഥ്യവും നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ ഇപ്പോൾ കഴിയില്ല. ഇപ്പോൾ പ്രധാനമായും സിറിയയിലെ തെരുവുകളിൽ നിന്നും അസദിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാഫിസ് അസദിൻ്റെയും ചിത്രങ്ങളും സ്മാരകങ്ങളും നശിപ്പിക്കുന്ന തിരക്കിലാണ് അവിടുത്തെ ജനങ്ങളുള്ളത്. അത് ഏതൊരു ഏകാധിപതിയുടെ ഭരണം വീണാലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം അവരത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ അത്യധികം ദ്രോഷമുണ്ടാവും. അവർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഏതാണ്ട് 20 മില്യൺ ജനങ്ങൾ മാത്രമേ സിറിയയിൽ ആകെയുള്ളൂ. അതിൽ തന്നെ 25 ലക്ഷം ജനങ്ങൾ ഈ അസദിൻ്റെ ഭരണകൂടത്തെ ഭയന്ന് അഭയാർത്ഥികളായി മറ്റിടങ്ങളിൽ താമസിക്കുകയാണ്. അവരെല്ലാം ഇപ്പോൾ സിറിയയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വളരെ ആഹ്ലാദത്തോടെയാണ് ദമാസ്കസിലേക്ക് പ്രവേശിക്കുന്നത്. അവർ തക്ബീർ വിളിച്ച് ദൈവത്തിന് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഈ തലസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ അധിനിവേശങ്ങളും അഭയാർത്ഥിത്വത്തിൻ്റെയും കഷ്ടനഷ്ടങ്ങൾ നമുക്കൊരിക്കലും പരിചിതമല്ല. അത് ഏറെ തിരിച്ചറിഞ്ഞവരാണ് അറബ് വംശജർ. അവർ പല രാജ്യങ്ങളിലും അഭയാർത്ഥികളാക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം സന്ദർഭങ്ങളിൽ അത്യധികം ആഹ്ലാദിക്കും. ജന്മനാട് തിരിച്ചു കിട്ടിയതിൻ്റെ അല്ലെങ്കിൽ സ്വന്തമായ ഒരു മണ്ണ് തിരിച്ചു കിട്ടിയതിൻ്റെ ആഹ്ലാദം അവരിൽ എപ്പോഴും ഉണ്ടാകും. ഒരു ഏകാധിപതിയെ തുരത്തിയതിൻ്റെ ആഹ്ലാദം. അസദിനെ ആദ്യം മുതൽ സഹായിച്ചു കൊണ്ടിരുന്നത് ഇറാനും റഷ്യയുമായിരുന്നു. എന്നാൽ അവസാന നിമിഷം ഇറാനും റഷ്യയും പിൻവലിഞ്ഞതിൻ്റെ രഹസ്യം ആർക്കും മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഈ അസദ് പുറത്താക്കപ്പെടണം എന്നവർ ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഈ വിമത സൈന്യം ഇങ്ങനെ നിൽക്കുമ്പോൾ അസദ് ഭരണകൂടത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ലെബനനിലേക്കും ഗസയിലേക്കും ആയുധങ്ങൾ കടത്താൻ
ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതിനു പകരമായി ഈ വിമത സൈന്യവുമായി ഒരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് മുന്നേറാനും അവർക്ക് സിറിയയുടെ ഭരണം ഏൽക്കാനുമുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ ഇതേ സഹായങ്ങൾ ഇതിലുപരിയായി അവരിൽ നിന്ന് ലഭിക്കും എന്ന ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ ഒരു കാരണവശാലും ഇറാനും റഷ്യയും ഈ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും പിന്നോട്ട് വലിയേണ്ടതല്ല. അത് യുദ്ധത്തിന് പിന്നാമ്പുറത്തുള്ള ചില രഹസ്യങ്ങളാണ്, ചില ധാരണകളാണ്. കാരണം ഇവരെല്ലാം ലക്ഷ്യമാക്കുന്നത് ഇസ്രായേൽ എന്ന രാജ്യമാണ്, നെതന്യാഹു എന്ന വ്യക്തിയാണ്. ഈ സിറിയയിൽ ഇങ്ങനെ ആഭ്യന്തര കലഹം ഉണ്ടാകുകയും അസദ് ഭരണകൂടത്തെ പുറത്താക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇതിൻ്റെ എല്ലാം മുന നീളുന്നത് ഇസ്രായേലിലേക്കാണ്, പലസ്തീൻ എന്ന രാഷ്ട്രത്തിൻ്റെ പിറവിയിലേക്കാണ്. അതിനുവേണ്ടി റഷ്യയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാൻ്റെ പിൻബലത്തോടെ ഈ സംഘങ്ങൾ ഇസ്രായേലിന് നേരെ അടുത്ത ദിവസങ്ങളിൽ തിരിഞ്ഞേക്കാം. ഇന്ന് ഇസ്രായേൽ IS-നെയും അൽ ഖായിദയും സഹായിച്ചുകൊണ്ട് അസദ് ഭരണകൂടത്തെ പുറത്താക്കാൻ കൂടെ നിന്നു. എന്നാൽ ഈ കൂട്ടുകെട്ട് നാളെ അവർക്ക് മേലെയുള്ള കുന്തമനയായി തിരിച്ചു വരും എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഈ വാർത്ത ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്.